മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുന്നു. 15 വയസ്സുകാരനെ ഭീകര സംഘടനയായ ISISൽ ചേരാൻ പ്രേരിപ്പിച്ചതിന് അമ്മയ്ക്കും അമ്മയുടെ ആൺ സുഹൃത്തിനും എതിരെ UAPA ചുമത്തിയ കേസിൽ FIR ന്യൂസ് 18. 2021 നവംബർ 1-നും 2025 ജൂലൈ 31-നും ഇടയിലാണ് സംഭവം. 2025 നവംബർ 14-നാണ് തിരുവനന്തപുരം വെഞ്ഞാറമ്മൂട് പോലീസ് കേസെടുത്തത്. വിവരങ്ങളുമായി ഡാൻ കുര്യൻ ആണ് ചേരുന്നത്. ഡാൻ, ISISന്റെ ഭാഗമാക്കുന്നതിന് പ്രേരിപ്പിച്ചു എന്നതാണ് കുറ്റം. എന്താണ് ഇതിന്റെ വിശദാംശങ്ങൾ? 2021 നവംബർ മാസം 1-നും 2025 ഒക്ടോബർ മാസം 31-നും ഇടയിൽ നടന്ന അസാധാരണമായ സംഭവങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് 15 വയസ്സുള്ള ഒരു ആൺകുട്ടി ആറ്റിങ്ങൽ DYSP ഉൾപ്പെടെയുള്ള പോലീസിന് ഇതുമായി ബന്ധപ്പെട്ടൊരു മൊഴി നൽകിയിരിക്കുന്നത്. ആ മൊഴിയിലാണ് ഞെട്ടിക്കുന്ന ചില വിശദാംശങ്ങൾ അടങ്ങിയിരിക്കുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്നത് ഉമ്മയോടൊപ്പം, അതായത് ഈ കുട്ടി ഉമ്മയോടും ഉപ്പയോടുമൊപ്പം ഇംഗ്ലണ്ടിലായിരുന്നു. ഇംഗ്ലണ്ടിൽ ഏതാനും വർഷങ്ങൾ പഠനവുമായി ബന്ധപ്പെട്ട പ്രാഥമിക വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടൊക്കെ ഇംഗ്ലണ്ടിൽ കഴിയുകയായിരുന്നു. അതിനിടയിൽ ഈ നെടുമങ്ങാട് സ്വദേശിനിയാണ് ഈ കുട്ടിയുടെ ഉമ്മ. അവർ പത്തനംതിട്ട സ്വദേശിയായ ഒരാളെ വിവാഹം കഴിച്ചതോടെയാണ് അവർ മതം മാറുന്നത്. ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ടയാളായിരുന്നു ഈ യുവതി. അങ്ങനെ അവർ മതം മാറ്റി പേരും മാറി പിന്നീട് ജോലിയുമായി ബന്ധപ്പെട്ട് ഇംഗ്ലണ്ടിലേക്ക് പോയി. ഈ കുട്ടിയും ഇംഗ്ലണ്ടിൽ കഴിയുകയായിരുന്നു. അതിനിടയിൽ ഈ തീവ്ര മത നിലപാടുകൾ അനുഷ്ഠിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് മറ്റൊരു സുഹൃത്ത്, കുടുംബ സുഹൃത്ത് ഈ കുട്ടിയുടെ അമ്മയെ സ്വാധീനിക്കാൻ ശ്രമിച്ചു. അങ്ങനെ ഈ അമ്മയുമായി ഈ സുഹൃത്ത് അടുപ്പത്തിലായി. ഇതോടെ തൻ്റെ പിതാവ് അമ്മയുമായി അകന്നു മാറുന്ന ഒരു സാഹചര്യമുണ്ടായി. തുടർന്ന് ഈ രണ്ടാനച്ഛൻ കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ രണ്ടാനച്ഛനും ഈ അമ്മയും ചേർന്ന് തന്നെ ISIS എന്ന സംഘടനയിൽ ചേർക്കുന്നതിന് വേണ്ടി നിർബന്ധിതമായ തീവ്ര ശ്രമങ്ങൾ നടത്തിയെന്നാണ് ഈ മൊഴിയിൽ പരാമർശിക്കുന്നത്. അതിൽ എടുത്തു പറയുന്ന കാര്യം, പ്രധാനമന്ത്രി മോദിയാണ് ഇന്ത്യയുടെ ശാപം, മോദിയെ വധിച്ചാൽ മാത്രമേ ഇന്ത്യ രക്ഷപ്പെടുകയുള്ളൂ എന്ന തരത്തിലുള്ള ഗുരുതരമായ പരാമർശങ്ങൾ ഈ മൊഴിയിൽ കുട്ടി നൽകിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് തന്നോട് പറഞ്ഞത്. അതിനുശേഷം ISIS ഭീകരവാദികൾ എങ്ങനെയാണ് ആളുകളെ കൊല്ലുന്നത് എന്ന് കാണിക്കുന്ന ദൃശ്യങ്ങൾ, അതായത് ഈ കഴുത്തറുത്തും തലയിൽ വലിയ കല്ലിട്ടും അതോടൊപ്പം പ്രഷർ കുക്കറിനുള്ളിൽ എങ്ങനെ ബോംബ് സ്ഥാപിക്കാം, സ്ഫോടക വസ്തുക്കൾ സ്ഥാപിക്കാം എന്നതൊക്കെയുള്ള ദൃശ്യങ്ങൾ തുടർച്ചയായി തന്നെ കാണിച്ച് സ്വാധീനിക്കാൻ ശ്രമിച്ചു. അങ്ങനെ ISISന്റെ ഭാഗമായാൽ മാത്രമേ യഥാർത്ഥ വിശ്വാസത്തിൻ്റെ ഭാഗമാകുകയുള്ളൂ, മറ്റ് വിശ്വാസങ്ങളെ ഒന്നും അംഗീകരിക്കേണ്ടതില്ല എന്ന തരത്തിലൊക്കെയാണ് തന്നെ പറഞ്ഞ് പഠിപ്പിച്ചത്. അതിന് അമ്മയും കൂട്ടുനിന്നുവെന്നാണ് ഈ കുട്ടിയുടെ മൊഴി. ഇതിനുശേഷം ഈ മാതാപിതാക്കൾ വേർപിരിഞ്ഞതോടെ ഈ 15 വയസ്സുകാരനെ ഈ ആറ്റിങ്ങലിന് സമീപത്തൊരു അനാഥാലയത്തിൽ കൊണ്ടേയാക്കി. അനാഥാലയത്തിൽ വെച്ച് കുട്ടിയുടെ പെരുമാറ്റത്തിൽ അസ്വാഭാവികത തോന്നിയതോടെയാണ് ഈ അനാഥാലയത്തിൻ്റെ അധികൃതർ കുട്ടിയുടെ പിതാവിനെ വിവരമറിയിക്കുന്നത്. അങ്ങനെ പത്തനംതിട്ടയിലുള്ള പിതാവിൻ്റെ ബന്ധുക്കൾ സ്ഥലത്തെത്തി ആറ്റിങ്ങൽ പോലീസിന് പരാതി നൽകുകയും ആ പരാതിയിന്മേൽ വിശദമായ അന്വേഷണം നടത്തുകയും ചെയ്തതിന് പിന്നാലെയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഈ കുട്ടി ഈ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ നടത്തുകയും അത് മൊഴിയായി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നൽകുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ UAPA ചുമത്തിക്കൊണ്ട് ഈ കുട്ടിയുടെ അമ്മയ്ക്കും രണ്ടാനച്ഛനുമെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. വെഞ്ഞാറമ്മൂട് പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. ആറ്റിങ്ങൽ DYSPയുടെ നേതൃത്വത്തിൽ ഇതുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അതോടൊപ്പം സമാന്തരമായി ദേശീയ അന്വേഷണ ഏജൻസി അടക്കം മിലിറ്ററി ഇൻ്റലിജൻസ് ഉൾപ്പെടെയുള്ളവർ ഈ സംഭവവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളുടെ നിജസ്ഥിതി അറിയുന്നതിന് വേണ്ടി സമാന്തരമായ അന്വേഷണം നടത്തുന്നുണ്ട്. നിലവിൽ കണ്ടെത്തിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ കുട്ടിയെ സിറിയയിലേക്ക് അയക്കാനുള്ള നീക്കമാണ് രണ്ടാനച്ഛൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്നാണ് ഉദ്യോഗസ്ഥർ തന്നെ സ്ഥിരീകരിക്കുന്നത്. അത്തരത്തിലുള്ള വിവരങ്ങളാണ് അവർക്ക് ലഭിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി ഈ സമ്മർദ്ദം ചെലുത്തി വലിയ തരത്തിൽ മാനസികമായി ഈ 15 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിയെ സമ്മർദ്ദം ചെലുത്തിയെന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തൽ. ആ നീക്കങ്ങളുടെ ഭാഗമായാണ് ഈ കുട്ടിയെ ഇത്തരത്തിലുള്ള വീഡിയോ ദൃശ്യങ്ങൾ, ഞെട്ടിക്കുന്ന വീഡിയോ ദൃശ്യങ്ങളാണ്, അതായത് ISIS ഭീകരവാദികൾ അതിക്രൂരമായി ഇതര വിഭാഗങ്ങളിൽ പെടുന്ന ആളുകളെ തങ്ങളുടെ ശത്രുക്കളായി പരിഗണിച്ചുകൊണ്ട് ക്രൂരമായി കഴുത്തറുത്തും
അതോടൊപ്പം വലിയ കല്ലുകൾ തലയിലേക്ക് ഇട്ടുമൊക്കെ കൊലപ്പെടുത്തുന്നതിൻ്റെ ദൃശ്യങ്ങൾ തുടർച്ചയായി ലാപ്ടോപ്പിൽ തന്നെ കാണിക്കാറുണ്ടായിരുന്നുവെന്നാണ് ഈ 15 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞ് ഉദ്യോഗസ്ഥരോട് വ്യക്തമാക്കിയത്. സമാനമായ തരത്തിലാണ് ഏത് തരത്തിലാണ്, അതായത് ഈ ISISന്റെ ഭാഗമായി നിൽക്കുമ്പോൾ ഏത് തരത്തിലാണ് വസ്ത്രം ധരിക്കേണ്ടത്, അത്തരത്തിലൊക്കെ വസ്ത്രം ധരിക്കാൻ പ്രോത്സാഹിപ്പിക്കുമായിരുന്നു ഈ രണ്ടാനച്ഛൻ എന്നുകൂടി ഈ പരാതിയിൽ എടുത്തു പറയുന്നുണ്ട്. അതോടൊപ്പമാണ് ഈ 15 വയസ്സ് മാത്രം പ്രായമുള്ള ഈ കുഞ്ഞിൻ്റെ മനസ്സിലേക്ക് പ്രധാനമന്ത്രിയെ വധിക്കണം, മോദിയെ വധിച്ചാൽ മാത്രമേ ഇന്ത്യ രക്ഷപ്പെടുകയുള്ളൂ എന്ന തരത്തിലൊക്കെ ഈ രണ്ടാനച്ഛൻ ഈ 15 വയസ്സുകാരനോട് പറഞ്ഞുവെന്നാണ് ഈ മൊഴിയിൽ വ്യക്തമാക്കുന്നത്. അതായത് ഇതിൽ ഡാനി രണ്ടാനച്ഛൻ എന്ന് പറയുമ്പോൾ അമ്മയുടെ സുഹൃത്ത് വമ്പായം സ്വദേശിയായ അൻസാർ തന്നെയാണോ ഈ രണ്ടാനച്ഛൻ എന്ന് പറയുന്നത്? അവരങ്ങനെ ഈ ആദ്യ ഭർത്താവ് മാറിപ്പോയതിനു ശേഷം ഇവർ ഒഫീഷ്യലി അങ്ങനെ ഭർത്താവ് ഭാര്യ എന്ന നിലയിലേക്ക് ആണോ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്? മാത്രമല്ല ഇവർക്ക് വിദേശ പശ്ചാത്തലം, ഇവർ നേരത്തെ വിദേശത്തായിരുന്നല്ലോ താമസിച്ചിരുന്നതൊക്കെ. തീർച്ചയായിട്ടും, അതായത് ഈ കുട്ടിക്ക് 15 വയസ്സ് മാത്രം പ്രായമുള്ളതിനാൽ ആ കുട്ടിയുമായി ബന്ധപ്പെട്ട അമ്മയുടെയോ രണ്ടാനച്ഛൻ്റെയോ അതല്ലെങ്കിൽ ഈ പിതാവിൻ്റെ ഒന്നും മറ്റ് വിശദാംശങ്ങൾ നമുക്ക് ഇപ്പോൾ അത് പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നതിനുള്ളൊരു പരിമിതിയുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം വിശദാംശങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നില്ല. അതിനപ്പുറത്തേക്ക് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് നെടുമങ്ങാട് സ്വദേശിനിയായ ഒരു ക്രൈസ്തവ വിശ്വാസിയായ യുവതിയായിരുന്നു ഇത്. അവർ പിന്നീട് വിവാഹം കഴിക്കാനായി പത്തനംതിട്ട പന്തളം സ്വദേശിയായ ഒരു യുവാവിനെ വിവാഹം കഴിക്കുന്നു. അങ്ങനെ വിവാഹം കഴിച്ചവർ മതം മാറുകയായിരുന്നു. അങ്ങനെ മതം മാറുമ്പോഴാണ് ഇവരുടെ പേര് മാറ്റി മറ്റൊരു പേരിലേക്ക് മാറുന്നു. തുടർന്ന് അവർ ജോലിയുമായി ബന്ധപ്പെട്ട ഇംഗ്ലണ്ടിലേക്ക് കുടുംബസമേതം പോകുന്നു. അവിടെ വെച്ച് കുടുംബ സുഹൃത്തായ ഒരാൾ, അതായത് ഈ ഇപ്പോൾ രണ്ടാനച്ഛനായാൽ അവർ ഈ കുടുംബവുമായി വളരെ അടുത്ത ഒരു സമ്പർക്കത്തിലേക്ക് വരുന്നു. അങ്ങനെ തീവ്ര മതനിഷ്ഠകൾ അത് പാലിക്കണം, അതിൻ്റെ പ്രാധാന്യം ഇത്രത്തോളമാണ് എന്ന് പറഞ്ഞ് വലിയ തരത്തിൽ സ്വാധീനിക്കാനായി നീക്കം നടത്തുന്നു. അതിൽ പ്രകോപിതനായി കുട്ടിയുടെ അച്ഛൻ, ഈ പത്തനംതിട്ട പന്തളം സ്വദേശിയായ അച്ഛൻ ഭാര്യയുമായി അകന്നു മാറുന്നു. തുടർന്ന് അൻസാറിനെ ഇവർ ഈ രണ്ടാനച്ഛനെ വിവാഹം കഴിക്കുന്നു. അങ്ങനെ വിവാഹം കഴിച്ചതിന് ശേഷം ആ ബന്ധം തുടരുന്നതിനിടയിലാണ് ഈ വീഡിയോ, അതായത് ഇത്തരത്തിൽ തുടർച്ചയായി നിഷ്ഠൂരമായ കൊലപാതകങ്ങളുടെ വീഡിയോ കാണിച്ച് സ്വാധീനിക്കാനുള്ള ശ്രമം നടത്തിയത്. അങ്ങനെ ഈ വീഡിയോ ദൃശ്യങ്ങൾ കാണിക്കുന്നതിനൊപ്പം സിറിയയിലേക്ക് പോയാൽ മാത്രമേ ശരിയാകുകയുള്ളൂ എന്ന തരത്തിൽ നിരന്തരമായി തന്നെ പ്രേരിപ്പിച്ചുകൊണ്ട് സിറിയയിലേക്ക് വിടാനുള്ള നീക്കം വരെ നടത്തി എന്നൊക്കെയാണ് ഈ മൊഴിയായി നൽകിയിരിക്കുന്നത്. അതായത് കൊച്ചുകുട്ടിയായിരിക്കുന്ന സമയത്ത്, ഇപ്പോൾ 15 വയസ്സേ ഉള്ളൂവെങ്കിൽ 2021 മുതൽ ആരംഭിച്ചതാണ് ഈ പ്രേരണ എന്ന് പറയുമ്പോൾ തിരിച്ചറിവ് ഇപ്പോഴും ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് അനുമാനിക്കാനാവില്ലല്ലോ. അങ്ങനെ ഒരു പ്രായത്തിൽ ഈ കുട്ടികളെ ഇത്തരം കൃത്യങ്ങളിലേക്ക് നയിപ്പിക്കുക, അവരുടെ ബുദ്ധിയെ തന്നെ ബാധിക്കുന്ന തരത്തിലേക്ക്, ഇതാണ് ശരിയെന്ന് അവരുടെ രക്ഷിതാക്കൾ തന്നെ പറഞ്ഞു പഠിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇവിടെ ഈ രണ്ടാനച്ഛൻ മാത്രമല്ലല്ലോ, അമ്മയും ഇതിന് കൂട്ടുനിന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? അമ്മയാകട്ടെ നേരത്തെ ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട ആളായിരുന്നു. പിന്നീട് മറ്റൊരാളെ വിവാഹം കഴിക്കുന്നതിൻ്റെ ഭാഗമായാണ് മതം മാറിയത്. അതിനുശേഷം ഈ പ്രവൃത്തിയിലേക്ക് ആകൃഷ്ടയായി എന്നാണോ മനസ്സിലാക്കേണ്ടത്? അമ്മയും ഇതിന് കൂട്ടുനിൽക്കുകയാണോ ചെയ്തത്? അതായത് ഇവിടെ എടുത്തു പറയേണ്ട കാര്യം, ഇസ്ലാം മതവിശ്വാസത്തിൻ്റെ പേരിൽ എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചാണ്, അതായത് യഥാർത്ഥ ഇസ്ലാമിക വിശ്വാസത്തിൻ്റെതെന്ന പേരിൽ തെറ്റിദ്ധരിപ്പിച്ച് ഈ കുട്ടിയെ ഈ തീവ്രവാദ സംഘത്തിൻ്റെ അല്ലെങ്കിൽ ഈ ISISൻ്റെ രാജ്യത്തടക്കം നിരോധിച്ചിരിക്കുന്ന ഭീകരവാദ സംഘടനയായ ISISൻ്റെ ഭാഗമാക്കാനുള്ള ഗുരുതരമായ ഒരു ശ്രമം ഈ രണ്ടാനച്ഛൻ്റെയും അതിൻ്റെ അറിവോടെ ഈ അമ്മയുടെയും അറിവോടെ, ഈ 15 വയസ്സുകാരൻ അമ്മയുടെയും അറിവോടെ തീവ്രമായ ഒരു ശ്രമം അതിനുവേണ്ടി നടന്നുവെന്നാണ് ഈ മൊഴിയിൽ കൃത്യമായി പരാമർശിച്ചിരിക്കുന്നത്. അവിടെ എടുത്തു പറയേണ്ട കാര്യം, ഈ കുടുംബവുമായി ഈ മത പഠനങ്ങൾക്ക് വേണ്ടി എന്ന തരത്തിൽ വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന മറ്റൊരു സുഹൃത്ത് പിന്നീട് ഈ കുടുംബവുമായി ഏറെ അടുക്കുകയും തീവ്ര മതാനുഷ്ഠാനത്തിൻ്റെ ഭാഗമാകാൻ ഈ കുടുംബാംഗങ്ങളെ നിർബന്ധിക്കുകയായിരുന്നുവെന്നാണ് ഈ കുട്ടി മൊഴിയിൽ പറയുന്നത്. വളരെ സ്പെസിഫിക്കായ മറ്റ് പല കാര്യങ്ങളുണ്ട്, അത് എല്ലാ കാര്യങ്ങളും നമുക്കങ്ങ് പങ്കുവെക്കാൻ കഴിയുന്നില്ല. ഇതിൽ ഈ മൊഴിയിലെ ഏറ്റവും ഗുരുതരമായിട്ടുള്ള കാര്യം, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ 15 വയസ്സ് മാത്രം പ്രായമുള്ള ഈ കുട്ടിയെ കൃത്യമായ ബോധ്യത്തോടെ ഈ ISISൽ ചേർക്കുക എന്ന ലക്ഷ്യത്തോടെ തന്നെ കൃത്യമായി ഇത്തരത്തിലുള്ള ക്രൂരമായ വീഡിയോ ദൃശ്യങ്ങൾ കാണിച്ചുവെന്നാണ് കുട്ടി മൊഴി നൽകിയിരിക്കുന്നത്. അതോടൊപ്പമാണ് ഈ മോദിയെ വധിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ 15 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിയെ പറഞ്ഞ് പഠിപ്പിച്ചു എന്നുകൂടി മൊഴിയായി കുട്ടി തന്നെ ഉദ്യോഗസ്ഥരോട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇവരിപ്പോഴും കേരളത്തിൽ തന്നെയാണോ തുടരുന്നത്? ഈ രണ്ടാനച്ഛനും
അമ്മയുമൊക്കെ ഇവിടെ തന്നെ തുടരുന്ന സാഹചര്യമാണോ ഉള്ളത്? അങ്ങനെയല്ല, അതായത് അവർ UK വെച്ചാണ് ഈ ബന്ധം വേർപെടുന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അങ്ങനെയാണ് ഈ രണ്ടാനച്ഛനും ഒപ്പം ഈ അമ്മയും അതോടൊപ്പം ഈ കുട്ടിയും ഇവരങ്ങനെ ഒരുമിച്ച് കഴിയുകയായിരുന്നു. അങ്ങനെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ഈ കുട്ടിയെ നാട്ടിലേക്ക് വിടുന്നത്. അങ്ങനെ നാട്ടിൽ വിട്ട ശേഷമാണ് ഇവനെ ആറ്റിങ്ങലിലുള്ളൊരു അനാഥാലയത്തിലേക്ക് മാറ്റുകയായിരുന്നു ഈ മാതാപിതാക്കൾ വേർപിരിഞ്ഞതിന് ശേഷം എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. അങ്ങനെ അവിടെ വെച്ച് അസ്വാഭാവികമായ ഒരു പെരുമാറ്റം, ഒരു ഒറ്റപ്പെട്ട ശൈലിയിലുള്ള പെരുമാറ്റം ഈ കുട്ടിയുടെ ഭാഗത്ത് നിന്ന് വന്നതോടെയാണ് ഈ അനാഥാലയത്തിൻ്റെ അധികൃതർ ഈ കുട്ടിയുടെ അച്ഛൻ്റെ പത്തനംതിട്ട പന്തളം സ്വദേശിയായ അച്ഛനെ ഈ വിവരം അറിയിക്കുകയും അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ ഇവിടെ എത്തി ആറ്റിങ്ങൽ DYSP ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെടുകയും അങ്ങനെ ഈ കുട്ടിയെ വിശദമായി കാര്യങ്ങൾ ചോദിച്ചറിയാനായി പോലീസ് നടത്തിയ ശ്രമമാണ് ഇങ്ങനെ ഈ ഞെട്ടിക്കുന്ന വിവരങ്ങളുടെ ചുരുളഴിക്കുന്നത്. അതാണിപ്പോൾ ഗുരുതരമായി ഈ കണ്ടെത്തലുകളിലേക്ക് നയിച്ചിരിക്കുന്നത്. എന്തായാലും ഈ കുട്ടിയുടെ മൊഴി വിശദമായി തന്നെ ഉദ്യോഗസ്ഥർ പരിശോധിച്ച് വരികയാണ്. അതോടൊപ്പമാണ് UAPA കൂടി ഈ കേസുമായി ബന്ധപ്പെട്ട് ചുമത്തിയിരിക്കുന്ന പശ്ചാത്തലത്തിൽ ദേശീയ അന്വേഷണ ഏജൻസി അടക്കം ഇതുമായി ബന്ധപ്പെട്ട വിവരശേഖരണം നടത്തുന്നത്. അതായത് ഒരു സംഘടിതമായ ഡാൻ, ഇതിൽ ഏറ്റവും ഗൗരവതരമാകുന്നത് ഈ കുട്ടിയെ മാത്രമല്ല മറ്റുള്ളവരെ കൂടി ഇത്തരം പ്രവർത്തനങ്ങളിലേക്ക് ആകൃഷ്ടരാക്കുന്നതിനുള്ള നീക്കങ്ങൾ ഇവരുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ടാകുമോ? അതിൽ കൂടുതൽ മലയാളികളടക്കം പെട്ടുപോയിട്ടുണ്ടാകുമോ? അത്തരം സംശയങ്ങൾ കൂടി ബലപ്പെടുന്നില്ലേ? അതായത് ഒരു സംഘടിതമായ ശ്രമമാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഉണ്ടായിരിക്കുന്നത് എന്ന് കൃത്യമായി തന്നെ പോലീസ് ഉറപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് UAPA നിയമം ചുമത്തിക്കൊണ്ട് ഈ സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യാൻ പോലീസ് നിർബന്ധിതമായത്. UAPA ചുമത്തുന്നതിന് മുന്നോടിയായിട്ട് കൃത്യമായി കേസിൻ്റെ നിജസ്ഥിതി പരിശോധിക്കും. പരിശോധിച്ച് വസ്തുതകൾ ഈ പരാതിയിൽ പറയുന്ന അല്ലെങ്കിൽ മൊഴിയിൽ നൽകിയിരിക്കുന്ന കാര്യങ്ങളിൽ കഴമ്പുണ്ട് എന്ന് കണ്ടെത്തിയാൽ മാത്രമേ UAPA ചുമത്തിക്കൊണ്ട് കേസിൻ്റെ സ്വഭാവം ഒരു ഗുരുതരമായ തരത്തിലേക്ക് മാറുകയുള്ളൂ. അത്തരത്തിലുള്ള പ്രാഥമികമായ പരിശോധനകളൊക്കെ പൂർത്തിയാക്കിയതിനു ശേഷമാണ് ഇതുമായി ബന്ധപ്പെട്ട് വെഞ്ഞാറമൂട് പോലീസ് കേസിൽ UAPA ചുമത്തിയിരിക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. മാത്രവുമല്ല, ഈ യുവതിയുടെ കുടുംബ പശ്ചാത്തലം, അവർ വിവാഹിതയായ ശേഷം പിന്നീട് അവരുടെ കുടുംബജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ, അതടക്കമുള്ള കാര്യങ്ങളൊക്കെ വിശദമായി തന്നെ പരിശോധിച്ച് വരികയാണ്. അതോടൊപ്പം ഈ കുട്ടി മൊഴിയിൽ നൽകിയിരിക്കുന്ന എല്ലാ കാര്യങ്ങളും, അതായത് ഈ പറയുന്ന ഈ രണ്ടാനച്ഛൻ ഈ വീഡിയോ ദൃശ്യങ്ങൾ ലാപ്ടോപ്പിൽ കാണിക്കാൻ ശ്രമിച്ചുവെന്ന് പറയുന്ന രണ്ടാനച്ഛൻ കേവലം തനിച്ചായിരുന്നോ അതോ മറ്റേതെങ്കിലും ഒരു സംഘത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് ഇത്തരത്തിൽ തന്നെ ഈ ISIS-ൽ ചേർത്തുകൊണ്ട് സിറിയയിലേക്ക് അയക്കാൻ അതീവ ഗൗരവതരമായ ഒരു വാർത്തയാണ്. പക്ഷെ 15 വയസ്സുള്ള ഒരു കുട്ടിയിൽ നിന്നാണ് ഈ വിവരങ്ങൾ ശേഖരിച്ചിട്ടുള്ളത്. ആ കുട്ടി തന്നെ തെറ്റായ വഴിയിലൂടെയാണ് നടത്താൻ ശ്രമിച്ചത് എന്ന് കണ്ടെത്തുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്, വെളിപ്പെടുത്തുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. ആ കുട്ടിയുടെ സ്വകാര്യതയെ മാനിക്കുന്നു ഞങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് FIR രജിസ്റ്റർ ചെയ്ത ഒരു വിഷയമാണ്. FIR-ന്റെ പകർപ്പിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഞങ്ങൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ ആ കുട്ടിയുടെ അച്ഛനോ അമ്മയോ രണ്ടാനച്ഛനോ ഒക്കെ ആരെ എന്നത് സംബന്ധിച്ച കൂടുതൽ വെളിപ്പെടുത്തലുകളിലേക്ക് ഞങ്ങൾ കടക്കുന്നില്ല. അത് ആ കുട്ടിയുടെ സ്വകാര്യത സംരക്ഷിക്കപ്പെടണം എന്നതുകൊണ്ടാണ്.